ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നാം ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആരെയെങ്കിലും തൊട്ടാലുടൻ നമ്മുടെ ചാരിത്ര്യം നഷ്ടപ്പെടുമോ? അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വളരെ സ്ക്രൂപ്പുളസ് ആയിട്ട് ശങ്കയുള്ള മനസ്സോടുകൂടി ജീവിക്കുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. എന്നാൽ ശരിക്കും നമ്മുടെ ചാരിത്ര്യ ശുദ്ധി നഷ്ടമാക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ, അത് ഗൗരവപൂർവ്വം എടുക്കാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. ഒരു ചെറുപ്പക്കാരൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കണം. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, എനിക്ക് ആരെയും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഇനി ഇവൻ സ്വർഗത്തിൽ പോകാൻ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളതാണ് പരിഹാരമാർഗം? അല്ല. വിശുദ്ധരെ നമ്മെ പഠിപ്പിക്കുന്നത്, വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ നേരെയാക്കുക എന്നുള്ളതാണ്. വിശുദ്ധി ചോർന്നു പോകാതെ വിശുദ്ധിയിൽ വളരാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം നേരെയാക്കുമ്പോഴാണ് ശരീരം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്. ഹൃദയം ശരിയായ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. നമുക്കറിയാം, സമർപ്പണ ജീവിതക്കാർ, വ്രതമെടുക്കുന്നവർ, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ഈ വ്രതങ്ങളെടുത്ത് ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വ്രതങ്ങളെടുത്തവർ വ്രതം പാലിക്കാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നാൽ മതിയോ? ഇനി പുറത്തോട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ കണ്ടാലും കേട്ടാലും വല്ല കുഴപ്പം? അങ്ങനെയല്ല ഈ വ്രതം നമ്മൾ പാലിക്കേണ്ടത്. വിശുദ്ധ ബൊനവൻചർ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ചാസ്റ്റിറ്റി വിതൗട്ട് ചാരിറ്റി ഈസ് ലൈക്ക് എ ലാമ്പ് വിതൗട്ട് ഓയിൽ. എണ്ണയില്ലാതെ കത്തുന്ന ഒരു ലാമ്പ്, ഒരു വിളക്ക് പോലെയാണ് ഈ ചാരിറ്റി ഇല്ലാതെ ചാസ്റ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നോക്കുന്നവർ. ബ്രഹ്മചര്യം, ഞാൻ ആരെങ്കിലും തൊട്ടാൽ, ആരെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും കേട്ടാൽ എൻ്റെ ചാരിത്രം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്നവർ ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് പലരും വ്രതങ്ങളെടുത്ത് സമർപ്പണ ജീവിതം നയിക്കുക? മുറിക്കാതിരിക്കാൻ വേണ്ടിയല്ല. ശരിക്കും ഇത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ടോട്ടൽ അവൈലബിലിറ്റി നമ്മളെ ലഭ്യമാക്കാൻ വേണ്ടിയാണ്. വ്രതം പാലിക്കാൻ വേണ്ടി അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കഥകിനുള്ളിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ച്, ചാരിത്രശുദ്ധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സമർപ്പണ ജീവിതക്കാരെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക്, ദൈവമക്കൾക്ക് വളരെ ആവശ്യമായ 2 കാര്യങ്ങളുണ്ടെന്ന് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഹൃദയവിശുദ്ധി, രണ്ടാമത്തേത് അധരവിശുദ്ധി. ഹൃദയവിശുദ്ധിയും അധരവിശുദ്ധിയും അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ ഹൃദയവിശുദ്ധി ഇല്ലാതെ പെരുമാറിയ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ കാണാൻ പറ്റും. ശിമയോൻ, അവന് ഒരു മജീഷ്യൻ പോലെ പ്രവർത്തിച്ചിരുന്ന വ്യക്തി. കൂടുതൽ പുള്ളിക്ക് അത്ഭുതങ്ങൾ ചെയ്യാനൊരു താല്പര്യം. അത് നോക്കിയപ്പം പത്രോസിൻ്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, എനിക്ക് പണം ഇഷ്ടം പോലെയുണ്ട്, പണം തരാം, നീ എനിക്ക് ഈ കൃപ, അതായത് നീ ഇപ്പം ചെയ്യും പോലെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം തരണം. പണം കൊടുത്ത് വരം വാങ്ങിക്കാൻ നോക്കിയവൻ. അവനെക്കുറിച്ച് പത്രോസ് പറഞ്ഞ ഒരു കാര്യം, നീ ഹൃദയശുദ്ധി ഇല്ലാത്തവനാണ്. ഈ രീതിയിൽ നീ മുമ്പോട്ട് പോയാൽ നിനക്ക് നാശം ഉറപ്പാണ്. അതുകൊണ്ട് നീ അനുദപിച്ച് ഹൃദയശുദ്ധിയുള്ളവനാവുക. ഇത് നാശം ഒഴിവാക്കാൻ നമുക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയവിശുദ്ധി. രണ്ടാമത്തെ കാര്യമാണ് അധരവിശുദ്ധി. സെഫാനിയ 3:9 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ശുശ്രൂഷയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അധരവിശുദ്ധി. അതുകൊണ്ട് തന്നെ എൻ്റെ ശുശ്രൂഷകരെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം, ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിനി ഈ ബ്രഹ്മചര്യം, അത് 2 രീതിയിൽ അതിനെ കാണാം എന്നുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മചര്യം, ഒന്ന് ഈ സമർപ്പണ ജീവിതക്കാരുടെ ബ്രഹ്മചര്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോ സെക്സ്, ലൈംഗിക സുഖാസ്വാദനം അത് കംപ്ലീറ്റ് പരിത്യജിച്ചുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജീവിതമാണ് സമർപ്പണ ജീവിതം. ഇനി വിവാഹ ജീവിതക്കാർക്കും ബ്രഹ്മചര്യം പാലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്. നോ സെക്സ് അല്ല, മറിച്ച് ആത്മനിയന്ത്രണം. ഈ ഒരു മേഖലയിൽ നമുക്ക് ആത്മനിയന്ത്രണം പാലിക്കാൻ പറ്റണം. ലൈംഗിക ചിന്ത, അതുപോലെ ജഡമോഹം, ഇതൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ സെൽഫല്ലാതാകും. അത് വേണമെങ്കിൽ ജീവിത പങ്കാളിയുടെ അടുത്തോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ പോയിന്ന് വരും. അവിടെ ആത്മനിയന്ത്രണം പാലിക്കാൻ സാധിക്കണം എന്നുള്ളത്
വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റും. പോപ്പ് ജോൺ 23 അദ്ദേഹം സിസ്റ്റേഴ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരു കാര്യമുണ്ട്. ബ്രഹ്മചര്യം അല്ലെങ്കിൽ കന്യാത്വം ഒരു സ്വർഗീയ പുണ്യമാണ്. ഇത് പാലിക്കാനാവും, നമുക്ക് വേണമെങ്കിൽ ഇത് അനുഷ്ഠിക്കാൻ പറ്റുന്നൊരു കാര്യം, പ്രാക്ടിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുക. പ്രൂവ് ഇറ്റ് ബൈ യുവർ ലൈഫ്. ബ്രഹ്മചര്യം അല്ലെങ്കിൽ കന്യാത്വം പാലിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കുക എന്നാണ് ഈ മാർപ്പാപ്പ സൂചിപ്പിച്ചത്. ജോൺ 23. രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഹൃദയമാണ്. വിശുദ്ധിയുടെ വിഷയം എന്ന് പറയുന്നത് ശരീരമാണ്. നമുക്ക് ഹൃദയത്തിൽ വിശുദ്ധി കാത്തുപരിപാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരീരത്തിൽ വിശുദ്ധി കാത്തുപരിപാലിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഉത്ഭവം ഹൃദയമാണ്, വിശുദ്ധിയുടെ വിഷയം ശരീരമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, സുഭാഷിതങ്ങൾ 23:15 വായിച്ചാൽ ജ്ഞാനമുള്ള ഹൃദയം. അങ്ങനെ ഒരു ഹൃദയം കാണുമ്പോൾ ദൈവത്തിന് പോലും ആനന്ദമുളവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിന് ജ്ഞാനമുണ്ടാകണം. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് വിശുദ്ധി കുടികൊള്ളുക. ആസക്തി പൂണ്ട ഹൃദയത്തിന് ഇതിൻ്റെ നേരെ വിപരീത എന്ത് സംഭവിക്കാം എന്നുള്ളത് പ്രഭാഷകൻ 23:16 വചനം വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് നിന്റെ ജീവിതത്തെ ചാരമാക്കി മാറ്റും, നീ വെറും വട്ടപൂജ്യമായി മാറും. ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുക, ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. ഇനി ശരീരമാണ് വിശുദ്ധിയുടെ വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വചനം, പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കത്തില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മൾ ഈ വിശുദ്ധി കാത്തു പാലിക്കാൻ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ, ചാരിത്ര്യ ശുദ്ധി കളഞ്ഞു കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ വളരെ ശ്രദ്ധാപൂർവം അതിനെ നിയന്ത്രിച്ച് കീഴടക്കാൻ നമുക്ക് സാധിക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ്, അശുദ്ധമായവ കേൾക്കുന്നത്, കാണുന്നത്, അവയെപ്പറ്റി പറയുന്നത്, സ്പർശിക്കുന്നത്, അതുപോലെ തന്നെ കാണിക്കുന്നത്. ഈ 5 മേഖല നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധി കവരുന്ന കാര്യങ്ങളായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹൃദയത്തിൻ്റെ കാമചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ വിശുദ്ധി കവരും. 2 പത്രോസ് 2:14 പറഞ്ഞിട്ടുണ്ട്, അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമാണ് അവർക്കുള്ളത്. മർക്കോസ് 7:21 മുതൽ വായിക്കുമ്പോൾ പല കാര്യങ്ങളും ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, വ്യഭിചാരം, ഭോഗാസക്തി എന്നിവ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം നമ്മൾ കാത്തു സൂക്ഷിക്കണം. 3-ാമത്തെ കാര്യം, ജഡമോഹങ്ങൾ നമ്മളെ അശുദ്ധിയിലേക്ക് തള്ളിവിടും, നമ്മുടെ വിശുദ്ധി കവരുന്നതിന് അത് കാരണമാകും. ഗലാത്യർ 5:16 പറഞ്ഞിട്ടുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധരായി ജീവിക്കാം, വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. അതിനുവേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.